കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ മരണത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച് പോലീസ്. സാബുവിനെ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയ CPIM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴി മരിച്ച ഒരാഴ്ച കഴിഞ്ഞിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. സജിയുടെ ഭീഷണി സന്ദേശമെത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി സൊസൈറ്റി ജീവനക്കാർക്കെതിരെ ചുമത്തിയിട്ടുണ്ടെങ്കിലും ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്കും പോലീസ് കടന്നിട്ടില്ല. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, വലിയ രീതിയിലുള്ള വിമർശനം പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് ഇവരെ സംരക്ഷിക്കാൻ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു എന്ന വിമർശനവുമൊക്കെ കേൾക്കുന്ന സമയമാണ്. അതിനിടയിൽ പോലീസിൻ്റെ ഈ നടപടി, അതിലെന്താണ് പോലീസിൽ നിന്ന് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം അവരുടെ തുടർ നടപടിയുമായി ബന്ധപ്പെട്ട്? ഇതിൽ ഏറ്റവും ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയ 3 പേരും ഒളിവിലാണ്. ബാങ്ക് ജീവനക്കാരായ 3 പേരും, ബാങ്ക് സെക്രട്ടറി, സീനിയർ ക്ലർക്ക്, ജൂനിയർ ക്ലർക്ക്, ഇവർ 3 പേര് ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇവരുടെ മൊബൈൽ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടി താമസിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന ഒരു വിശദീകരണം. അത് മാത്രമല്ല, പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് അത്ര വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ്. ഇവർ മുൻകൂർ ജാമ്യത്തിന് ഉള്ള നീക്കം നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിഞ്ഞതിന് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് ടെലിഫോൺ ബന്ധത്തിൽ. അത് പരിഹരിച്ചതിന് ശേഷം പിന്നീട് ആ വാർത്തയിലേക്ക് എത്താം. നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യ, അതിൽ ആരോപണ വിധേയരെ പോലീസ് സംരക്ഷിക്കുന്നു എന്ന വിമർശനം ഘടിപ്പിക്കുകയാണ് കുടുംബം.